ഉമ്മൻചാണ്ടിയുടെ വില കളഞ്ഞു മകൻ ചാണ്ടിയുമ്മൻ. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മനെ കുറിച്ച് ജനങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം വില കളഞ്ഞു കുളിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ ശബരിമല സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ജനങ്ങൾ ഈ കൺക്ലൂഷനിൽ എത്തിയത്. തുടർച്ചയായി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകളുടെയും മണ്ടത്തരങ്ങളുടെയും ഫലമായിയാണ് ഈ അവസ്ഥ ഉണ്ടായതെന്ന് വിലയിരുത്തുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുല സംഭാവനകൾ നൽകിയ അധ്യാപകനും സാമൂഹിക നിരീക്ഷകനുമായ പ്രൊഫസർ AG ജോർജ്. പിന്നെ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും കേരളത്തിലെ ഉള്ളവർ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി. ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായി എല്ലാവരും പൊതുസമൂഹം വിചാരിച്ചത് പരമാവധി ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രവർത്തന ശൈലിയും ഒക്കെ സ്വീകരിക്കുകയായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ഒരൊറ്റ കാരണത്തിലാണ് അഭൂതപൂർവമായ ഭൂരിപക്ഷം കൂടി ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അധികപ്പറ്റാവുകയില്ല. ഉമ്മൻചാണ്ടി വളർന്നു വന്ന ഒരു വഴിത്താരയിലൂടെ അല്ല ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ എത്തിപ്പെട്ടത് എന്നതും പരമമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ചാണ്ടി ഉമ്മനെ എങ്ങനെ പോയാലും ഉമ്മൻചാണ്ടിയുടെ ഒരു രീതിയിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് തന്നെ മറ്റൊരു ഭാഗം മനുഷ്യരുടെ ഇടയിൽ ധാരാളമായി സ്വാധീനിക്കുന്ന ഒരു ചിന്തയാണ്. ഈ ആശങ്കയെല്ലാം ഇപ്പോൾ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും ഒടുവിലത്തെ ഈ ശബരിമല സന്ദർശനത്തിലൂടെ അടിവരയിട്ടിരിക്കുകയാണ്. ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ഇദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ല എന്ന് പറഞ്ഞാലും സുരനെ അത് അധികപ്പറ്റാവുകയില്ല. ഇവിടെ മതസൗഹാർദ്ദം പുലർത്തുന്നവരാണോ, മതേതരത്വം പുലർത്തുന്നവരാണോ, എല്ലാ മതവും ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള വലിയൊരു ദാർശനികമായ ശ്രമമാണോ, അങ്ങനെ ഒരു സന്ദേശം കൊടുക്കാനാണോ ചാണ്ടി ഉമ്മൻ ഈ വേഷം കെട്ടുന്നത് എന്നത് പൊതുസമൂഹത്തിൽ കാര്യമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളത്. സുരനറിയാമല്ലോ, അദ്ദേഹം ഈ അടുത്ത കാലത്ത് മാർപ്പാപ്പായെ സന്ദർശിച്ചു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ശിവഗിരി മഠത്തിലെ സന്യാസിമാരും അതുപോലെയുള്ള കുറെ ആളുകളുമായിരുന്നു. ഇദ്ദേഹം ആരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ആ സംഘത്തിൽപ്പെട്ടത് എന്നതൊന്നും കേരളത്തിലുള്ള ആർക്കും അറിയില്ല. അദ്ദേഹം പോയി മാർപ്പാപ്പയെ കൈമുട്ടുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അതെല്ലാം വളരെ നല്ല കാര്യം തന്നെ. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ ഏത് ആരാധനാലയത്തിൽ പോകുന്നതിനും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്നത് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ സുനിൽ ചോദിച്ചതുപോലെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ജീവിത പശ്ചാത്തലവും അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു രീതിയും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്നുള്ളതാണ്. സുനിൽ സൂചിപ്പിച്ചല്ലോ ഇൻട്രോയിൽ, അതായത് സഭാവിശ്വാസികൾ ആകെ അസ്വസ്ഥരാണ് എന്ന്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സഭയോ അല്ലെങ്കിൽ ഒരു മതത്തെയോ സംരക്ഷിക്കുന്നതിലല്ല നമ്മൾ ഈ കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായി കാണേണ്ടത് ഒരു ഒരു പൊതുപ്രവർത്തകന്റെ സത്യസന്ധതയും അതുപോലെയുള്ള ഒരു തരത്തിലുള്ള സ്വഭാവ വൈശിഷ്ട്യവുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സുനിലിന്റെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ എല്ലാ മതങ്ങളും ഒരുപോലെ ഇന്നും സ്നേഹിക്കുകയും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, ക്രൈസ്തവരുടെ മറ്റ് വിഭാഗങ്ങളാകട്ടെ, എല്ലാവരും അദ്ദേഹത്തെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹം ഇതുപോലെയുള്ള നാടകങ്ങൾ കാണിച്ചല്ല സ്നേഹം പിടിച്ചു പറ്റിയത് എന്നതും അദ്ദേഹത്തിന് പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ തരത്തിൽ യാതൊരു തരത്തിലുള്ള സത്യസന്ധതയില്ലാതെ ഇതുപോലെയുള്ള അഭിനയം നടത്തുമ്പോൾ ഇത് തിരിച്ചടിക്കുന്നത് ചാണ്ടി ഉമ്മന് തന്നെ ആയിരിക്കുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല എങ്കിൽ ഞാൻ സ്വല്പം കടത്തി പറയട്ടെ സുനിലെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി പോലും അനിശ്ചിതത്തിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ അടിസ്ഥാനപരമായ മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട്. അദ്ദേഹം പുതുപ്പള്ളി പള്ളിയിലെ മാമോദീസ
വിശുദ്ധ സഭയിൽ ഓർത്തഡോക്സ് സഭയിൽ അംഗമായി, അതായത് ഞാൻ ഈ വേദപുസ്തകത്തെ യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനായി അംഗീകരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ജ്ഞാനമാതാപിതാക്കൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭയിൽ അംഗമായ ഒരാളാണ്. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ വളരെ പരമ്പരാഗതമായി വിശ്വാസാചാരങ്ങൾ അരക്കിട്ടുറപ്പിച്ചിട്ടുള്ള, അത് അക്ഷരം പ്രതി പാലിക്കുന്നതായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള പൗരസ്ത്യ സഭയാണ് ഓർത്തഡോക്സ് സഭ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരാൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായി ആ വിശ്വാസത്തിൽ തുടരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, സുനിലിനും അറിയാം, ഉമ്മൻചാണ്ടി കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഞായറാഴ്ച പുതുപ്പള്ളി പള്ളിയിൽ ചെന്ന് ആരാധനയെ സംബന്ധിക്കും. അത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 20-40 കാറുകളുടെ അകമ്പടിയോടുകൂടിയൊന്നുമല്ല പള്ളിയിൽ പോകുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ചെല്ലുമ്പോൾ അല്പം വൈകിപ്പോയാൽ പള്ളിയിൽ ഇരിക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പള്ളിയുടെ പടിയിൽ ഇരുന്നു കൊണ്ട് ആരാധനയിൽ സംബന്ധിച്ച് മടങ്ങിപ്പോകുന്ന കാഴ്ച ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഒരു മായവും ചേർക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം 50 വർഷക്കാലം പുതുപ്പള്ളിയിൽ നിയമസഭാ സാമാജികനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ഇപ്പൊ ചെയ്യുന്നത് പോലെ വ്രതം അനുഷ്ഠിച്ച് ഇരുമുടി കെട്ടി കാവി മുണ്ടു കൊടുത്തുകൊണ്ട് ശബരിമല അയ്യപ്പനെ കാണാൻ പോയതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് അയ്യപ്പനെ കാണാനുള്ള ചാണ്ടി ഉമ്മന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ അല്ല തീരുമാനിക്കുന്നത്. എന്നാൽ ഇത് അടിസ്ഥാനപരമായി കാണേണ്ട അദ്ദേഹം ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇതിനോടകം തന്നെ ആവർത്തിച്ച് ജനങ്ങളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം രായ്ക്ക് രാമായണം ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസത്തിന്റെ ഒരു പ്രതീകം എന്ന രീതിയിൽ അയ്യപ്പനെ ആരാധിച്ച് വളർന്നതിന് പോകുന്നതിനകത്ത് കടുത്ത വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹത്തിന് ആർജവം ഉണ്ടായിരുന്നെങ്കിൽ, നഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ക്രൈസ്തവ വിശ്വാസം എന്നിൽ രൂഢമൂലമായിട്ടില്ല, എനിക്ക് അതിനോട് തുടരാൻ താല്പര്യമില്ല എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ ശബരിമല അയ്യപ്പനിൽ ആശ്വാസം കണ്ടെത്താനായി പോകുന്നു എന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നു. അദ്ദേഹം എന്താണ് ശബരിമല പോയി ചെയ്തത്? എന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ ശബരിമല അയ്യപ്പന്റെ മുൻപിൽ അവതരിപ്പിച്ച് മോക്ഷം കിട്ടുന്ന ഒരു പാതയിൽ സഞ്ചരിക്കുന്നതിനാണ് പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ അടിസ്ഥാനപരമായ വിശ്വാസത്തെ അദ്ദേഹം വലിച്ചെറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു നിമിഷം പോലും അദ്ദേഹം ഇപ്പോൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഓർത്തഡോക്സ് സഭയിൽ തുടരാൻ ധാർമ്മികമായും നിയമപരമായും അദ്ദേഹത്തിന് അവകാശമില്ല. 1934 പ്രാബല്യത്തിൽ വന്ന ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന അനുസരിച്ച് ഒരു തരത്തിലും വേദപുസ്തക പ്രമാണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വേദപുസ്തകത്തിലുള്ള തൃത്വ സങ്കല്പത്തിൽ നിന്ന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വേദപുസ്തകത്തിലെ സങ്കല്പത്തിൽ നിന്ന് അദ്ദേഹത്തിന് വ്യതിചലിച്ചു പോയാൽ അദ്ദേഹം ആ സഭയിലെ അംഗമല്ലാതായി സ്വയം തീരുമെന്ന് വളരെ വ്യക്തമായി ഈ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഓർത്തഡോക്സ് സഭയെ സംബന്ധിക്കുന്ന മാത്രമല്ല, ആകമാന ക്രൈസ്തവ സഭകളുടെയും അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകവും നിത്യാവിശ്വാസ പ്രമാണവുമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് യഹോവയായ ദൈവം മോശയ്ക്ക് നൽകിയതായ 10 കൽപ്പന. ആ 10 കൽപ്പനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കൽപ്പന ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്നാണ്. രണ്ടാമത്തെ കൽപ്പന പറയുന്നത് നീ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്നാണ്. ഇപ്പോൾ ഹൈന്ദവ വിശ്വാസത്തെ നമുക്കാർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല, നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അവരുടെ ഈശ്വര സങ്കല്പം അവർ തീർച്ചയായും വെച്ചു പുലർത്തുന്നത് അവരുടെ കാര്യമാണ്. എന്നാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ക്രൈസ്തവ വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞ ഒരു യാതൊരു കാരണവശാലും അത് തള്ളി പറയാതെ ഈ വേദപുസ്തക പ്രമാണങ്ങളെയും സഭാഭരണഘടനയിലെ പ്രമാണങ്ങളെയും വിശ്വാസത്തിന്റെ ആധാരശിലകളെയും വലിച്ചെറിഞ്ഞു പോയത് അങ്ങേ അറ്റത്തെ ശുദ്ധ അസംബന്ധമാണ്. ഇത് അദ്ദേഹത്തിന് ശക്തമായ തിരിച്ചടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകും. പുതുപ്പള്ളിയിലെ ജനങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പുതുപ്പള്ളിയിലെ വിശ്വാസികൾ ഉമ്മൻചാണ്ടിയെ നന്നായി മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇപ്പോഴും ആദരിക്കുകയും ചെയ്ത ആളാണ്.
ഉമ്മൻചാണ്ടിയുടെയും മറിയാമ്മയുടെയും മകൻ ഇതുപോലെ ഇരുമുടി കെട്ടിക്കൊണ്ട് പോയി ഇനി ഒരു രാഷ്ട്രീയ ജീവിതം പുതുപ്പള്ളിയിലെ വിശ്വാസികളുടെ ഇടയിൽ പൊതുജീവിതം പോലും തുടരാമെന്ന് വിചാരിക്കുന്ന മൗഢ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം മലർന്നു കിടന്ന് തുപ്പിക്കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തിന്റെ മേൽ വീണതായിട്ടുള്ള മാലിന്യം കഴുകിക്കളയണമെന്നുണ്ടെങ്കിൽ എത്ര നദിയിൽ കുളിച്ചാലും അത് പോകുമെന്ന് തോന്നുന്നില്ല. സ്വയംകൃത അനർത്ഥത്തിലാണ് ഈ ചാണ്ടി ഉമ്മൻ പെട്ടിരിക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം പരസ്യമായി തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ ഹൈന്ദവ വിശ്വാസം സ്വീകരിക്കുന്നുവെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ വരുമ്പോൾ പുതുപ്പള്ളിയിലെ സമൂഹവും സമൂഹവും അദ്ദേഹം ഉൾപ്പെടുന്ന പാർട്ടിയും അദ്ദേഹത്തെ എങ്ങനെ നേരിടണം, അല്ലെ അദ്ദേഹത്തെ ഏത് തരത്തിൽ ഈ തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ കൊണ്ടുപോകണം എന്ന കാര്യവും തീരുമാനിക്കും എന്നാണ് പറയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.